അല്ല, ഇനി വേറെ കല്യാണം കഴിക്കണമെങ്കിൽ അതിനും നമുക്ക് പറ്റിയൊരാളെ കിട്ടണ്ടേ? ഞാൻ ഡിവോഴ്സ് ചെയ്യുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ രണ്ടുപേരും ഇത്ര ടെൻഷൻ അടിക്കുന്നത്? അതെ, എന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ടെൻഷനും വേണ്ട. ഞാൻ എന്റെ ഭർത്താവുമായി പിണങ്ങി എന്നുള്ളത് ശരിയാ. പക്ഷേ ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുന്ന ലോകത്തിലെ ആദ്യ പെൺകുട്ടി ഞാനാണോ? അല്ലല്ലോ. എല്ലാവരുടെയും കാര്യമൊന്നും നോക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടോ. ഞാൻ എന്റെ ഭർത്താവുമായി പിണങ്ങിയതിന് എന്റേതായ കാരണങ്ങളുണ്ട്. അതിന് പരിഹാരം തേടി നിങ്ങൾ ആരും ബുദ്ധിമുട്ടേണ്ടതില്ല. പിന്നെ തിരിച്ചു പോണോ ഡിവോഴ്സ് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. അച്ഛനും അമ്മയും ഇരിക്കുന്ന കാലമാ മക്കളുടെ നല്ല കാലം. അത് നീ മറക്കരുത്. നീ പെരുവഴിയിലായി പോകുന്നതിന് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. നിന്റെ പ്ലാൻ എന്താണെന്ന് നീ പറ. ഞാനിപ്പോ അതേക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അത്യാവശ്യമായിട്ട് എനിക്കിപ്പോ വേണ്ടത് ഡിവോഴ്സ് അല്ല, ഒരു ജോലിയോ. ജോലിയോ? ഡീക്കയുടെ ഭാര്യയായിരുന്നിട്ട് നീ ജോലിക്ക് പോവാനോ? അതിന്റെ നാണക്കേട് ആർക്കാന്നറിയോ നിനക്ക്? ആരുടെ ഭാര്യയായിരിക്കുന്നു എന്നതല്ല മമ്മി, നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലാ കാര്യം. എല്ലാ സൗകര്യങ്ങളും ഉള്ളവരിടത്തിരിക്കുമ്പോ നമ്മള് ചിലപ്പോ ഒരു ജോലിയെ കുറിച്ച് ആലോചിച്ചൊന്നും വരില്ല. പക്ഷെ ഒറ്റയ്ക്കാവുമ്പോ നിലനിൽക്കാനൊരു ജോലി വേണം. ഈ ലോകത്തെ എല്ലാവരും ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ കാണണമെന്നില്ല. നമുക്ക് നമ്മളെ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുന്നൊരു സമയം വരും. ഒരു പെണ്ണിന് ഇന്നത്തെ കാലത്ത് ഓക്സിജൻ പോലെ ആവശ്യമുള്ളത് ഒരു ജോലിയാണ്. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു ജോലി. സ്ത്രീ സ്വാതന്ത്ര്യം തുടങ്ങേണ്ടത് അവിടെ നിന്നാ. അല്ലാതെ ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോ അവളെ എങ്ങനെ കെട്ടിച്ചയക്കും എന്ന് ആലോചിക്കുന്നതിലല്ല. ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ്, ഇതിനൊക്കെ മക്കളെ പ്രാപ്തരാക്കുന്ന വിദ്യാഭ്യാസം നൽകുന്നതാ ഒരു അച്ഛനും അമ്മയും മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം. അല്ല, ഞങ്ങൾ നിന്നെ ആവശ്യത്തിന് പഠിപ്പിച്ചിട്ടില്ല എന്ന് നിനക്ക് പരാതി ഉണ്ടല്ലേ? ഓ, എനിക്കൊരു പരാതിയില്ലേ. എനിക്ക് പറ്റുന്നവരെ ഞാൻ പഠിച്ചു. പ്രിയയെ നിങ്ങൾ പഠിപ്പിച്ചു. ഞാൻ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഒരു ജോലിയുടെ വില ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ആരെയും ആശ്രയിക്കാതെ അഭിമാനത്തോടെ സ്വന്തം ജോലി കൊണ്ട് ജീവിക്കാൻ കഴിയണം. അപ്പൊ കല്യാണം കഴിച്ച് കുടുംബം നോക്കുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? ഒരിക്കലും അല്ല മമ്മി. സ്വന്തം കുടുംബത്തിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ബന്ധുക്കൾ ആരെങ്കിലും വിലമതിക്കുന്നുണ്ടോ? എന്തിന്? സ്വന്തം ഭർത്താവ് പോലും അത് അവളുടെ കടമയായിട്ടേ കരുതുള്ളൂ. പുലർച്ചെ എഴുന്നേക്കുന്നത് മുതൽ ഭക്ഷണം പാകം ചെയ്യുന്നതും മുറ്റം തൂക്കുന്നതും വീടിനകം വൃത്തിയാക്കുന്നതും തുണി അലക്കുന്നതും പാത്രം കഴുകുന്നതും. അതിനിടയില് മക്കളെ പെറ്റും വളർത്തിയും ഇല്ലാണ്ടായി പോകുന്ന സ്ത്രീകളുടെ കാര്യം ഏതെങ്കിലും ഒരു പുരുഷനോ സമൂഹമോ ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതന്നെ ഞാൻ പറഞ്ഞു. എടാ കണ്ണ, നീ എന്താടാ ഒന്നും പറയാത്തത്? ഞാൻ എന്തു പറയാൻ? നിന്റെ ഭാര്യ വേറൊരു സ്ഥാപനത്തിൽ മാസശമ്പളത്തിന് ജോലി ചെയ്യാൻ പോകുന്നത് നിനക്ക് നാണക്കേടല്ലേ? എന്ത് നാണക്കേട്? ഏതൊരാൾക്കും ജോലി ചെയ്ത് ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഏത് ജോലിക്കും അതിന്റേതായ അന്തസ്സുണ്ട്. അപ്പോ അവള് ജോലിക്ക് പോട്ടെന്നാണോ നീ പറയുന്നേ? ഇതിൽ എനിക്കൊന്നും പറയാനില്ല. തൽക്കാലം അമ്മ പോയി ഭക്ഷണം എടുത്തു വെക്കേ. എനിക്ക് വല്ലാതെ വിശക്കുന്നു. മൈസൻ, അമ്മ പറയുന്നേ. അമ്മ ഇപ്പൊ ഒന്നും പറയണ്ട. അമ്മ എന്റെ കാര്യം മാത്രം നോക്കിയാ മതി. മറ്റുള്ളവരുടെ കാര്യം അവര് നോക്കിക്കോളും. അമ്മ ചെല്ല്. ചെല്ലമ്മേ. കാള പറ്റുമെന്ന് കേട്ടപ്പോ കയറെടുത്ത് നീങ്ങി പോന്നു. നിനക്കത് എളുപ്പം സാധിച്ചു. പക്ഷേ ഇനി നിനക്ക് തിരിച്ചവിടെ പോണമെങ്കിൽ അത് നീ മാത്രം വിചാരിച്ചാൽ നടക്കില്ലെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? അന്ന് DK പറഞ്ഞിട്ട് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? മോളെ, ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് ഓരോ വീട്ടിലും വലുതാവുന്നത്. അതെങ്ങനെയാണെന്നറിയാമോ നിനക്ക്? പരസ്പരം കേൾക്കാനുള്ള ക്ഷമയില്ലായ്മ.
അല്ല, അവന് കേൾക്കാൻ നിനക്കെന്തുകൊണ്ട് കഴിഞ്ഞില്ല? അവിശ്വാസമല്ല, വിശ്വാസമാണ് ദാമ്പത്യത്തിന്റെ അടിത്തറ. അത് ചേർത്ത് വച്ചിരിക്കുന്നത് പരസ്പരം കേൾക്കാനും തിരിച്ചറിയാനുമുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ ഇഴയെടുപ്പത്തിലാണ്. DKയോടുള്ള സ്നേഹം എവിടെ വെച്ചാ നിനക്ക് നഷ്ടപ്പെട്ടത്? നിന്റെ ഭർത്താവിനെ നീ അങ്ങനെ ഒരു സന്ദർഭത്തിൽ കണ്ടു. നേരത്തെ നീ എന്നോട് ചോദിച്ചില്ലേ ഞാനായിരുന്നെങ്കിൽ വിശ്വസിക്കുമായിരുന്നു എന്ന്. ഞാനും നിന്റെ അച്ഛനും തമ്മിൽ എപ്പോഴും വഴക്കിടും. പറഞ്ഞു വരുമ്പോ ഞാൻ ഇങ്ങരുടെ രണ്ടാം ഭാര്യ. പക്ഷെ ഇന്ന് വരെ എന്ത് കാര്യത്തിനായാലും ഞാൻ എന്റെ ഭർത്താവിനെ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. അതങ്ങനെ വെറുതെ കണ്ണടച്ച് വിശ്വസിക്കൊന്നുമല്ല. ഓരോ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ. നിന്റെ അച്ഛൻ പറഞ്ഞതാ ശരി. നീ നിന്റെ ഭർത്താവിന് പറയാനുള്ളത് കേട്ടില്ല. അത് തെറ്റായിപ്പോയി മോളെ, വലിയ തെറ്റ്. നിങ്ങൾ എല്ലാരും കൂടി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാ? നേരിട്ട് കണ്ടതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്ത് തെളിവാ വേണ്ടത്? നിങ്ങൾ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ സ്ത്രീയെ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് സത്യം തെളിയിക്കാതെ ഞാൻ ഇനി അമരാവതിയിലേക്ക് തിരിച്ചു പോവില്ല. ഒരു ജോലിയല്ലേ, അത് ഞാൻ എങ്ങനെയെങ്കിലും നേടും. എന്നിട്ട് ഒറ്റയ്ക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കും. ഖാലിദിന് മൂർത്തി അറിയാമോ? അറിയാം സാർ. സാർ, പണ്ട് മൂർത്തിയും മരിച്ചുപോയ ഭാര്യ വൈജയന്തിയും കൂടി കുറച്ചുനാൾ ഖാലിദിന്റെ വീടിനടുത്ത് താമസിച്ചിരുന്നു. അന്ന് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഖാലിദാണ്. നേരത്തെ അവിടെ താമസിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണോ ഇപ്പോഴും താമസിക്കുന്നത്? അതെ സാറേ. ഖാലിദ് മൂർത്തി അവസാനം കണ്ടപ്പോഴാ? ഇന്നലെ വൈകുന്നേരം. എന്തേ, അയക്കൊല്ല കുഴപ്പമുണ്ട? കുഴപ്പം വരാതിരിക്കാനാണ് അയാളെ ഞങ്ങൾ കാണുന്നത്. അയാൾ ഇപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടോ? ഉണ്ട് സാറേ. അയാൾ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ സാറേ. വൈജയന്തി മേഡം മരിച്ചതിന് ശേഷം കുറച്ചു കാലമായി മൂർത്തി വരാറായില്ലെന്നാ ഇയാൾ പറയുന്നത്. കുറച്ചു ദിവസം മുൻപാണ് മറ്റൊരു സ്ത്രീയുമായി അയാൾ വീണ്ടും വന്നത്. ഒരു ദിവസം നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോ കുറെ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. പത്രത്തിൽ പടവും വാർത്ത വന്നപ്പോഴാ ഇയാൾക്ക് കാര്യം മനസ്സിലായത്. മൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ ഹേമ തന്നെയാണ് സാർ. അതെ സാറേ, മൂർത്തിയുടെ കൂടെ ഉണ്ടായിരുന്നത് ഹേമ തന്നെയാ. ഇപ്പോ അവരവിടെ തന്നെ ഉണ്ടോ? അറിയില്ല സാറേ. പിന്നെ നമ്മൾ അവിടേക്ക് പോയിട്ടില്ല. സാറിന്റെ കൂടെ പോലീസ് പിടിച്ച സ്ത്രീകളും പുരുഷന്മാരും ആയിരിക്കണം അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതെ സാറേ, അവരെ തന്നെയാ നമ്മൾ കണ്ടത്. ഇവിടുന്ന് എത്ര കിലോമീറ്റർ പോകണം? ഒരു 5 കിലോമീറ്റർ. വിളിക്കണ്ട. മിസ് കോൾ അടിച്ചു കളിക്കുന്ന ഇപ്പൊ ശരിയാക്കി തരാം. ഹലോ, ആരാ? ആരാചാര്. ഓ സോറി, റോങ് നമ്പർ. ഹലോ, DK സ്പീക്കിംഗ്. ഹു ആർ യു? ഞാനോ? ഏത് ഞാൻ? ജ്യോതിയാ ഞാൻ. കുശിനിക്കാരന് മനസ്സിലായില്ലേ? ജ്യോതിയോ? ഏത് ജ്യോതി? ഓ, മകരജ്യോതിയോ? അതോ വെള്ളയമ്പലം ജംഗ്ഷനിൽ ലോട്ടറിക്ക് നടത്തുന്ന ജ്യോതിയോ? ആ, എന്താ ചേച്ചി കാര്യം? കുശിനിക്കാര ചുമ കളിക്കല്ലേ? നിങ്ങൾ എന്തൊരു ദുഷ്ടനാ മനുഷ്യ. എനിക്ക് ജോലി തരണ്ടെന്ന് നിങ്ങൾ ആ കമ്പനിയിൽ വിളിച്ചു പറഞ്ഞു അല്ലേ? ആ, പറഞ്ഞു. അതിനിപ്പോ എന്ത് വേണം? അങ്ങനെ എന്റെ ഭാര്യയുടെ പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് കണ്ട കഫറ്റേരിയയിലൊക്കെ പോയി ജോലി ചെയ്താലേ അതിന്റെ നാണക്കേട് ഇരിക്കാം. പിണങ്ങിപ്പോയതാണെന്ന് നാട്ടുകാർക്കറിയില്ലല്ലോ. അതെ കുശിനിക്കാര, ഇത് ഇന്ത്യ മഹാരാജ്യം. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് രാജ്യത്തെ ഏത് പൗരനും എവിടെയും പോയി ജോലി എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഒരാളുടെ തൊഴിൽ നിഷേധിക്കുന്നതേ ക്രിമിനൽ കുറ്റ.
ഓ, എന്റെ ഭാര്യ എവിടെ പോയി ജോലി ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ആണധികാരത്തിന്റെ അഹന്തയാ നിങ്ങക്ക്. ഞാൻ നിങ്ങളുടെ ഭാര്യ അല്ല. അല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലാതാവില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എത്രയും വേഗം ഡിവോഴ്സ് ചെയ്ത് വെക്കൂ. എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലിക്ക് വെക്കൂ. കേട്ടോടി ബേക്കറിക്കാരി. ഒരു സ്ത്രീയെ സഭ്യമല്ലാത്ത രീതിയിൽ എടി പൊടി എന്ന് വിളിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. ആ വേണമെങ്കിൽ അതിനും കേസ് കൊടുക്കാൻ പറ്റും. ആ എന്നാ താൻ കേസ് കൊടുക്കും. ആ നമുക്ക് കോടതി കാണാം. കാണാം കാണാം കുശിനിക്കാരാ. ആ കാണാം. എന്തൊരു അഹങ്കാര. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഡിവോഴ്സ് ചെയ്യണം പോലും. കുശിനിക്കാരുടെ മനസ്സിരിപ്പ് കൊള്ളാം. തനിക്ക് ഞാനിപ്പോ തരാടോ ഡിവോഴ്സും. എന്താ ഇപ്പൊ ചിരിക്കാൻ? ഒന്നുമില്ല, ഞങ്ങളൊന്നും കണ്ടിട്ടുമില്ല, ഒന്നും കേട്ടിട്ടുമില്ല. അല്ലേ ആശാദ്? അതെ അതെ, നമ്മൾ ഈ നാട്ടുകാരല്ലേ. പക്ഷെ ഞാൻ ഈ നാട്ടുകാരിയാ. കളിയൊക്കെ വന്നിരിക്കുക. ആരായിരുന്നു ഫോണിൽ? ഡീക്കയോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത്? അതെ മോളെ, ഭർത്താവിനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? കുറച്ചുകൂടി വിനയവും സൗമ്യതയും ഒക്കെ വേണ്ടേ? അതെ അതെ, നിന്റെ മമ്മിയെ പോലെ. എനിക്കിപ്പോ സൗകര്യം ഇല്ല. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും. സാർ, മേഡം. സാർ ചെല്ലു സാർ, ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കും സാർ. സാർ, ഞാനൊന്ന് നോക്കട്ടെ. മേഡം, എന്തെങ്കിലും പറ്റിയോ? ഇല്ല, ഒന്നുമില്ല. ഇത്രയ്ക്ക് ദയയില്ലാത്തവനാണോ ഈ ഹിറ്റ്ലർ? ഞാൻ വീഴുന്നത് കണ്ടിട്ട് ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ലല്ലോ. എന്തെങ്കിലും പറ്റിയോ ആവോ? ഏയ്, വലിയ കുഴപ്പമൊന്നും കാണില്ല. ഒന്ന് ചെന്ന് നോക്കിയാലോ? ഓ ദുഷ്ട, കണ്ടില്ലേ കല്ല് പോലെ നോക്കിയിരിക്കുന്നേ. ഹോസ്പിറ്റലിൽ പോണം മേഡം. ആ, ചിലപ്പോ വേണ്ടി വരുന്ന തോന്നുന്നേ. സത്യത്തിൽ സാർ ഇപ്പോ ഇതാണോ ചോദിക്കേണ്ടത്? ജ്യോതി മേഡത്തിന്റെ കാല് വൈകുന്ന സാർ കണ്ടതല്ലേ? എന്നിട്ടും അത് ചോദിക്കാതെ സാറെന്താ ഈ വിഷയം എടുത്തിട്ട്? സത്യത്തിൽ സാറിന് മേഡത്തിനോട് ദേഷ്യമാണോ? ഒന്ന് പരീക്ഷിച്ചാലോ? ഇവനോട് ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചില്ലെങ്കിൽ ഇവൻ ജ്യോതിയുടെ കാര്യം ഇനിയും പറഞ്ഞോണ്ടിരിക്കും. സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? മേഡത്തിന്റെ കാലിന് നല്ല വേദനയുണ്ട്. കാലിനെന്തോ പറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. അതിന് നിനക്കെന്താ? കാലിന് എന്തെങ്കിലും പറ്റിയെങ്കിൽ അത് പറ്റിയവര് നോക്കിക്കോളും. പക്ഷേ സാറിന് നാണക്കേട്. എനിക്കെന്ത് നാണക്കേട്? ജ്യോതി മേഡം സാറിന്റെ ഭാര്യയാണെന്ന് നാട്ടിലെല്ലാവർക്കും അറിയാം. അതിന്? സ്വന്തം ഭാര്യയെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ ദുഷ്ടനാണെന്ന് ആളുകൾ പറയും. മേഡത്തിനോട് ആളുകൾക്ക് സഹതാപം തോന്നുകയും ചെയ്യും. അങ്ങനെ വരുമോ? അങ്ങനെയാണെങ്കിൽ അത് മാറ്റിയേ പറ്റൂ. അത്രയ്ക്ക് സഹതാപം അവളോട് ആളുകൾക്ക് തോന്നണ്ട. അതിനിപ്പോ എന്താ ഒരു വഴി? ആ, ഒരു വഴിയുണ്ട്. സാറേ, എന്താടോ? നമുക്ക് പോയി മേഡത്തിനെ ഹോസ്പിറ്റലിലാക്കിയാലോ? മാഡത്തോട് നിനക്ക് അത്രയ്ക്ക് സിമ്പതി ആണെങ്കിലേ നീ പോയൊരു ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നാൽ മതി. ഞാനോ? അതെ, നീ തന്നെ. വേണേ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിച്ചു കൊടുത്തു. അവിടേക്ക് സിമ്പതി കാണിക്കാൻ നടക്കുന്നു. എന്തായാലും അർജുൻ അവിടെ ആശുപത്രി കൊണ്ടുപോകാതിരിക്കില്ല. ഒന്നെടുത്താ ഒന്ന് ഫ്രീ, അതല്ലേ അമ്മയുടെ പോളിസി. അടിക്ക് ചവിട്ട് ഫ്രീ. ഞങ്ങള് 3 പേരില്ലേ അമ്മേ? ഞങ്ങൾ അവളെ പൊക്കി ഇങ്ങ് കൊണ്ടുവരാം. എന്നിട്ട് അമ്മ തല്ലിക്കോ. ഈ പ്രായത്തില് റിസ്ക് എടുക്കണോ? അല്ലേ? ആർക്കടി പ്രായത്? പറയടി. ഈ പത്മാവതി അമ്മ മനസ്സ് വെച്ചാണ്ടല്ലോ, നീയൊന്നും എന്റെ അടുക്ക് പിടിച്ചിരിക്കത്തില്ല. കാണണം നിങ്ങൾക്ക്?
എന്റെ പൊന്നമ്മേ, അമ്മ ആ പെണ്ണിനെ കണ്ട ഉടനെ അവളെ ചാടി ചവിട്ടും, അടിയും പറ്റിക്കും. അമ്മയുടെ ചവിട്ട് കൊണ്ടെങ്ങാനും അവള് ചത്തുപോയാലേ അമ്മ ജയിലിലാവും. അതാ അമ്മ വരണ്ടെന്ന് പറഞ്ഞത്. ഈ ജയിലൊന്നും അത്ര പുത്തിരി അല്ലടി മക്കളെ. എന്നാലേ ഒരു കാര്യം, ഞാനേ ഓഫർ അങ്ങോട്ട് അവസാനിപ്പിക്കാം. മനസ്സിലായില്ലേ? അടി മാത്രമേ കൊടുക്കുള്ളൂ, ഞാൻ ചവിട്ടത്തില്ല. പോരെ? ഉറപ്പാണോ? ഉറപ്പ്. അല്ല, നോക്കും തന്നെ വിശ്വാസമില്ല. അല്ല, അമ്മയായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അമ്മേ, അമ്മ ഒന്നുകൂടി ഒന്ന് ആലോചിക്കും. അമ്മ വരണോ, ഞങ്ങള് പോയാ പോരെ? അല്ല, നിങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങള് വരണ്ട, ഞാനേ തനിച്ചു പോക്കോളാം. അമ്മേ, അമ്മേ ഞങ്ങള് കൊണ്ടുപോകാം. ഞങ്ങളുടെ ക്യാപ്റ്റൻ അമ്മ തന്നെ. ആണോ? അല്ല, അമ്മ ഇല്ലാതെ ഞങ്ങൾക്ക് എന്താ ആഘോഷം അല്ലേ മായേച്ചി? അമ്മ വേണം ഞങ്ങളുടെ മുന്നിൽ നിൽക്കാൻ. അച്ഛടാ. ഓക്കെ ഓക്കെ ഓക്കെ, എങ്കി വേഗം റെഡി ആയിക്കോ. വാ വാ, പതുക്കെ പതുക്കെ. ഇത് തന്നെ ആയിരിക്കണം സ്ഥലം. മായ ഷുവറാണല്ലോ അല്ലേ? അതെ, അവൾ ഇതിനകത്ത് തന്നെ കാണും. അമ്മേ, അതെ, അവളുടെ കയ്യിൽ ചിലപ്പോ ആയുധങ്ങൾ കാണും. നോ പേടി, ബട്ട് അടി നല്ല നാടൻ അടി കിട്ടിയാലുടൻ സിസർ കട്ടില് ലോക്ക് ചെയ്യണം. താരെ, ശബ്ദം ഉണ്ടാക്കാതെ നീ ഇവിടെ കൂടെ പോയി അവിടെ പോയി നോക്ക്. പതുക്കെ പതുക്കെ പതുക്കെ. മയേ വാ, നടക്ക. ആഹാ, ഒരു വഴിക്ക് പോകുന്നതല്ലേ, തിരിക്കട്ടെ കയ്യില്. അമ്മേ, വാ, നീ അവിടെ പോയി നോക്ക്. അമ്മേ, അമ്മ പേടിച്ചോ? ഏയ്, ഞാനൊരു ഡെമോ നോക്കിയതല്ലേ. അവിടെ കിട്ടുമ്പോഴല്ലോ 4 എണ്ണം വെച്ചു കൊടുക്കണം, എന്നിട്ട് സ്പീക്ക് ആവും. ഓക്കെ. ആഹാ, മനുഷ്യനെ പേടിപ്പിച്ചറിഞ്ഞു. വാ, നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ നോക്കാം, വേഗം വാ. അമ്മേ, അവൾ അവിടെയൊന്നും ഇല്ല, അങ്ങോട്ട് നോക്കാം. വാ നോക്കാം. അതൊക്കെ ഇവിടെ ആരുമില്ലല്ലോ. നമുക്കേ മുകളിലൂടെ ഒന്ന് നോക്കാം. വാ. ഡി കെ, എന്താ? ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്ത് കാര്യം? എന്താ അറിയേണ്ടത്? ജ്യോതിയുടെ കാര്യമാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ജ്യോതിയുടെ കാര്യമല്ല ഡി കെ, ഹേമയുടെ കാര്യോ. ഏത് ഹേമ? ഡി കെ ചതിച്ച പെണ്ണ് തന്നെ. ഓ, അത് ശരി. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാനാ? അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോന്നറിയാനാ. അവളെ കണ്ടുപിടിച്ച് സത്യം തെളിയിച്ചല്ലേ ജ്യോതി തിരിച്ചു വരൂ. ഞാൻ ഒരു സത്യവും എവിടെയും തെളിയിക്കാൻ പോകുന്നില്ല. ആ സ്ത്രീ കേരളം വിട്ടു പോയെന്നാ കേട്ടത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്.
എന്തെങ്കിലും വിവരം കിട്ടിയാൽ പറയാം. വാ. അർജുൻ, അർജുൻ പോകാൻ ഇറങ്ങിയതാണോ? അതെ മാഡം. എന്താ എല്ലാരും കൂടി? ഞങ്ങൾ ചോദിക്കുന്നതിന് സത്യസന്ധമായി ഉത്തരം പറയണം. അർജുൻ പേടിക്കണ്ട. അല്ല, DK ഇപ്പൊ എന്താ ചോദിച്ചത്? ആ ഖാലിദ് വിളിച്ചോന്നാ. എന്നിട്ട് അർജുൻ എന്തു പറഞ്ഞു? സത്യം പറഞ്ഞു. എന്ത് സത്യം? അയാൾ ഇതുവരെ വിളിച്ചില്ല, അതാ പറഞ്ഞതാ. DK പിന്നെ എന്തു പറഞ്ഞു? ഇവിടെ ആര് ചോദിച്ചാലും ഹേമയുടെ ഒരു കാര്യവും പറയണ്ടെന്ന് പറഞ്ഞു. അത് ശരി, DK അങ്ങനെ പറഞ്ഞോ? അതെ, DK പറഞ്ഞതൊന്നും അർജുൻ കാര്യമാക്കണ്ട. ഇനി കാര്യങ്ങൾ ഞങ്ങൾ പറയും പോലെ പറഞ്ഞാ മതി. ഇല്ലെങ്കിൽ അർജുന്റെ കാര്യം പോക്ക. അയ്യോ മാഡം, ചതിക്കല്ലേ. എനിക്ക് ഭാര്യയും മക്കളും ഉള്ളതാ. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. അതെ, ആ ഹേമയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല. കിട്ടിയാൽ ആദ്യം അത് ഞങ്ങളെ അറിയിക്കണം. അതുമാത്രമല്ല, ഞങ്ങൾ അവളെ പൊക്കിക്കഴിഞ്ഞിട്ടേ DK വിവരം അറിയാവൂ. മനസ്സിലായോ? ഇനി ആ ഖാലിദ് എപ്പോ വിളിക്കും? അറിയില്ല. അവൻ വന്നാൽ ഉടനെ വിളിക്കും. അങ്ങനെയാ പറഞ്ഞത്. അർജുൻ, ഇങ്ങനെ ഞങ്ങൾ പറയുന്നതിനൊരു കാരണമുണ്ട്. DK ഇനി ഒരു ആപത്ത് ചെന്ന് ചാടരുത്. DKയുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. അതെ, കുട്ടമ്പിള്ളയുടെ ഭാര്യ അമ്മിണി ചേച്ചി വേണമെങ്കിൽ അവരുടെ വീട്ടിൽ പോയി നിൽക്കല്ലായിരുന്നോ? പിണങ്ങി നിൽക്കുകയായിരുന്നു. അതെ, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്നോട് പറയണം. അതിന് നീ എന്തിനാ ചൂടാവുന്നത്? നീ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുത്തെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? അർജുൻ വാങ്ങിച്ചു കൊടുത്തെന്നല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. അതെ, എന്റെ ഭർത്താവ് ഡ്രൈവറെയും കൂട്ടി ആശുപത്രിയിലേക്ക് അയച്ചു. ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല. ഫ്രൂട്ട്സ് വാങ്ങിച്ചു തരാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല. അയ്യോ മോളെ, ഞങ്ങൾ അതൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. നമ്മളെ അമ്മിണിയുടെ കാര്യമല്ലേ പറഞ്ഞത്, അല്ലേ ആശാലത്? പിന്നല്ലേ, കുട്ടമ്പിളുടെ ഭാര്യ അമ്മിണി. അതെ ജ്യോതിമോളെ, ഭർത്താവിന് എപ്പോഴും നിന്റെ കാര്യത്തിൽ കരുതലുണ്ടല്ലോ. അതാ ഞങ്ങള് പറഞ്ഞത്. അതിനിപ്പോ എന്താ കുഴപ്പം? എന്റെ ഭർത്താവല്ലേ, അല്ലാതെ വേറെ ആരും അല്ലല്ലോ. അല്ല, ആരുമല്ല. ഫ്രൂട്ട്സ് വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വഴിയിലിരുന്ന് കരയുന്ന കണ്ട് അർജുന് കഷ്ടം തോന്നി. എന്നെ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ലാതെ ആ സാധനത്തിനെ കൊണ്ട് ഞാൻ ആശുപത്രി പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതിനിപ്പോ തന്നെ പരിഹാരം ഉണ്ടാക്കാം. അർജുൻ, അർജുൻ. എന്താ സാർ? ജ്യോതിക്ക് ഫ്രൂട്ട്സ് താൻ വാങ്ങിച്ചു കൊടുത്തോ അതോ ഞാൻ വാങ്ങിച്ചു കൊടുത്തോ? അത് ഞാൻ തന്നെയാ. ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? മാഡത്തോട് നിനക്ക് അത്രയ്ക്ക് സിമ്പതി ആണെങ്കിലേ നീ പോയൊരു ഓട്ടോ വിളിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നാൽ മതി. ഞാനോ? അതെ, നീ തന്നെ. വേണേ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിച്ചു കൊടുത്തു. അവിടേക്ക് സിമ്പതി കാണിക്കാൻ നടക്കുന്നു. എന്താ സാർ പറഞ്ഞോന്ന്? എന്ത്? ജ്യോതിക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ ഞാൻ തന്നോട് പറഞ്ഞോന്ന്? ഇല്ല, പറഞ്ഞില്ല. സോറി സാർ. ഇനി സാറ് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല. കേട്ടല്ലോ, ഇതാണ് സംഭവിച്ചത്. വെറുതെ ആടിനെ പട്ടിയാക്കരുത്. മാഡം, ഞാനാണോ അപ്പൊ തെറ്റ് ചെയ്തേ? അതെ, അർജുൻ തന്നെയാ അത് ചെയ്തേ. പക്ഷേ അത് ചെയ്യിച്ചത് നിന്റെ ഭർത്താവ്. ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞ DK. എന്നോട് ഇത് അർജുൻ തന്നെ പറഞ്ഞത്. നിന്റെ ഭർത്താവ് വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞിട്ടായിരിക്കും അർജുൻ ഇതൊക്കെ വാങ്ങിക്കൊടുത്തത്. പിന്നല്ലാതെ. അതൊന്നും ഓർത്ത് മോള് പേടിക്കണ്ട. മോള് ഫ്രൂട്ട്സ് കഴിച്ചു. രാത്രി ഫ്രൂട്ട്സ് കഴിക്കുന്നതേ ശരീരത്തിനും നല്ലതാ.
അല്ല സുധേട്ടാ? അതെ, പിന്നെ നമ്മള് ഭക്ഷണം കഴിച്ചു പോയില്ലേ, അല്ലെങ്കിൽ നമ്മള് ഫ്രൂട്ട്സ് അല്ലേ കഴിക്കും. മോള് കഴിക്കും. എനിക്കൊന്നും വേണ്ട. ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരൻ വന്നിരിക്കുന്നു. ഇതെല്ലായിടത്തും ഞാൻ ദൂരെ കളയാൻ പോവാ. കളയാണെങ്കിൽ അച്ഛൻ കൊണ്ടുപോയി കളയാൻ വെളിയിൽ. കണ്ടേ, അവളുടെ ഉള്ളില് DKയോടുള്ള സ്നേഹം തിളച്ചു മറിയ. DK കൊടുത്തയച്ച ഫ്രൂട്ട്സ് കഴിക്കുകയും വേണം, നമ്മൾ അതറിയുകയും ചെയ്യരുത്. ഇനി DK വന്നൊന്ന് വിളിച്ചാ മതി, എന്താ ഹില്ലറെ എന്ന് ചോദിച്ചാൽ അവള് പെട്ടി നോക്കി കാറി കയറി അങ്ങ് പോവും. ഈശ്വര, അങ്ങനെ സംഭവിച്ചാ മതിയായിരുന്നു. അങ്ങനെ ജ്യോതിയും DKയും 2 രാജ്യങ്ങൾ പോലെയായി. ജ്യോതിയുടെ ജോലി വരെ DK തടഞ്ഞു. DKയെ നമുക്കങ്ങനെ വിലയിരുത്താൻ കഴിയില്ല സാർ. നമ്മൾ വിചാരിക്കാത്ത ഒരു നീക്കത്തോടെയാവും അവൻ നമ്മുടെ മേൽ ജയിക്കുന്നത്. ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത സ്വഭാവമാണ് അവന്റേത്. ഒറ്റയടിക്ക് വീട്ടിലും നാട്ടിലുള്ള അവന്റെ എല്ലാ ഇമേജും ഞാൻ തകർത്ത് തരിപ്പണമാക്കി തന്നില്ലേ? താങ്ക്സ് ഹേമ, നീ ചെയ്തതൊരു വലിയ കാര്യം. ഒരായുസ് കൊണ്ട് അവൻ ഉണ്ടാക്കിയ മുഴുവൻ പേരും 1 മണിക്കൂർ കൊണ്ട് നീ ഇല്ലാതെയാക്കി. ബിസിനസ് കിങ് ആയിരുന്ന DKയെ നീ പെൺവാണിഭത്തിന്റെ കിങ് ആക്കി. ജ്യോതി ഇനി തിരിച്ചു വരാതിരുന്നാൽ DK തോൽക്കും. പക്ഷേ എത്ര നാൾ? DK എങ്ങനെയെങ്കിലും സത്യം അറിഞ്ഞാൽ എല്ലാം തകരും. പിന്നെ ജ്യോതി അയാൾ കൊണ്ടുപോകും. അവൾ എല്ലാ സത്യങ്ങളും DKയോട് പറയും. അത് സംഭവിക്കരുത്. പേടിക്കേണ്ട മൂർത്തി, നമ്മുടെ ചൂണ്ടയിൽ കുരുങ്ങിക്കിടക്കിയ ജ്യോതി. അവൾ ഇനി DKയോട് ഒരു വാക്ക് പോലും പറയില്ല. അതിനു മുമ്പ് ഓരോരുത്തരായി മരിക്കണം. ആദ്യം ആര്? മക്കളോ, അതോ മരുമക്കളിൽ ആരെങ്കിലോ, അതോ ഇനിയാ ശിവയോ? ജ്യോതിയെ മുൾമുനയിൽ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അവളൊരു വാക്ക് പോലും പറയില്ല. അതുകൊള്ളാം. ജീവനോടെ അവൻ നിന്ന് ഉരുകണം. അവന്റെ കൺമുന്നിൽ ഓരോരുത്തരായി അവസാനിക്കുന്നത് കണ്ട് അവൻ ചങ്കുപൊട്ടി കരയണം. ആരെയും രക്ഷിക്കാൻ അവന് കഴിയരുത്. എല്ലാം കൃത്യമായി പ്ലാൻ ചെയ്ത് നടപ്പാക്കണം. അതെ, എനിക്ക് ഉടനെ തന്നെ തിരിച്ചു പോണം. ഇനി അധികം ഇവിടെ നിന്നാ ശരിയാവില്ല. ഹായ് അന്ന. ഹായ് വിഘ്നേഷ്. ഹൗ ആർ യു? ഐ ആം ഫൈൻ. എങ്ങനെയുണ്ട് ഓപ്പറേഷൻ DK? നൈസ്. നിനക്ക് വേണ്ടി ഞാൻ അയാളെ കുറെ വെള്ളം കുടിപ്പിച്ചു. താമസിക്കാതെ എനിക്ക് തിരിച്ചു പോണേ. പോവാം. പിന്നെ ഇവളറിയോ? ഹണി ട്രാപ്പ് ടീമല്ലേ? ഇവരിതുവരെ പോയില്ലേ? അതെ, ആ കമ്മീഷണർ നിങ്ങളെ തേടി നടക്കുന്നുണ്ട്, സൂക്ഷിക്കണം. അത് ഞാൻ ഏറ്റു മേഡം. നിക്കേ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? അമ്പലത്തിൽ തൊഴാൻ വരുന്ന എല്ലാവർക്കും ഉള്ള ഉദ്ദേശം എനിക്കുള്ളൂ. നീ എന്തിനാ എന്റെ മോന്റെ പേരിൽ വഴിപാട് നടത്തുന്നത്? നീ അവന്റെ ലൈഫിൽ നിന്ന് എസ്കേപ്പ് ആയി പോയവളല്ലേ? അയ്യോ, അമ്മയുടെ മോന്റെ പേരിൽ ഞാൻ ഒരു അർച്ചനയും നടത്തിയിട്ടില്ല. ആ രസീറ്റ് എഴുതുന്ന ആള് പറഞ്ഞല്ലോ. അത് ചുമ്മാ അയാൾക്ക് തെറ്റിയതായിരിക്കും. അമ്മയുടെ മോന്റെ പേരിലല്ല, എന്റെ ഭർത്താവിന്റെ പേരിലാ ഞാൻ അതൊക്കെ കഴിപ്പിച്ചത്. അങ്ങനെ എന്റെ പേരിൽ ആരും നേർച്ചയും കാഴ്ചയും ഒന്നും ചെയ്യണമെന്നില്ല. അതെ, അമ്പലത്തില് ആർക്ക് വേണമെങ്കിലും നേർച്ചകൾ നടത്താം. അതിനിപ്പോ ആരുടെ സമ്മതമൊന്നും വേണമെന്നില്ല.
എന്തായാലും ഇവക്ക് ഇവനോട് സ്നേഹമൊക്കെ ഉണ്ട്. ഇത് മതി, എല്ലാം ശരിയായിക്കോളും. എല്ലാം കഴിഞ്ഞ് നീ തിരിച്ച് അമരാവതിയുടെ പടി ചവിട്ടുന്നൊരു ദിവസം വരും, ഓർത്തോ നീ. നിനക്കിത് ആവശ്യമാടി ബേക്കറിക്കാരി. ആ പത്മാവതി അമ്മയോ? ജ്യോതി എവിടെ? മോളെ ജ്യോതി. പത്മാവതി അമ്മയോ? എന്താ ഈ വഴിക്ക്? അതൊക്കെ പറയാം. മോളെ അമ്മ ഇപ്പൊ വന്നു. ജ്യോതി, എന്റെ മോനെ വിശ്വാസമില്ലാത്ത നിന്നെ ഇനി എന്റെ മോന് ആവശ്യമില്ല. ഇത് മ്യൂച്വൽ ഡിവോഴ്സ് എഗ്രിമെന്റ് ആണ്. DK ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇനി ജ്യോതി കൂടെ ഒപ്പിട്ടാൽ രണ്ടുപേർക്കും അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോകാം. പത്മാവതി അമ്മ, എന്താ ഇതൊക്കെ? ഡൈവോഴ്സ് ചെയ്യാനും അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഉണ്ടായത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഒന്ന് സമാധാനപ്പെടും പത്മാവതി അമ്മേ. നമുക്ക് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലെ ഇപ്പൊ തന്നെ പത്മാവതി അമ്മയോടൊപ്പം ഇവിടെ പറഞ്ഞേക്കാം. നോ സമാധാനം, ഒൺലി ഡൈവേഴ്സ്. ഇവിടെ ഇനി എന്റെ സണ്ണിന് വേണ്ടെന്നേ. വക്കീലേ, ജ്യോതി ഒപ്പിട്. ഒപ്പിടാൻ. പേരവിടെ ഒപ്പിട. അമ്മ ഒപ്പിടാൻ. ഒപ്പിട. ഇനി എന്റെ സണ്ണിന്റെ ലൈഫിൽ വൈഫായിട്ട് ഇനി നീ വേണ്ട. ഒപ്പിടാൻ. ഇല്ല, ഞാൻ ഒപ്പിടില്ല, ഞാൻ ഒപ്പിടില്ല. എനിക്ക് ഡിവോഴ്സ് വേണ്ട. സുപ്രിയ, നിന്നോട് ഞാനിതൊന്നും പറയണമെന്ന് കരുതിയതല്ല. പക്ഷേ ഓർമ്മകൾ എന്നെ പിന്നിലേക്ക് വലിക്കുന്നു. നിന്റെ ഓർമ്മകൾ കൂടുതൽ തെളിവോടെ ഉള്ളിൽ നിറയുക. കുടജാദ്രിയിൽ വെച്ച് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നീ എന്നോട് പറഞ്ഞു, ഇനി മുതൽ നീ ജ്യോതിയിലാണ് ഉണ്ടാവുകയെന്ന്. ജ്യോതിയെ ഞാൻ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രമാത്രം ഞാൻ നിന്നെ സ്നേഹിക്കുന്നതായി കരുതുമെന്ന് നീ പറഞ്ഞു. പക്ഷേ എല്ലാം വിഫലമായി. എന്നെ വിശ്വാസമില്ലാതെ അവൾ പോയി.
അവൾക്ക് എങ്ങനെ ഇത്രമാത്രം മാറാൻ കഴിഞ്ഞുവെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. എന്റെ ജീവിതം സന്തോഷത്തോടെ ഇരിക്കാൻ താൻ കൊണ്ടുവന്ന ആളല്ലേ ജ്യോതി. എന്നിട്ടും നിനക്കെന്നെ മനസ്സിലായതുപോലെ അവൾക്കെന്താ എന്നെ മനസ്സിലാവാത്തത്? ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഒരാളിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാൾക്ക് വരാൻ കഴിഞ്ഞേക്കാം, പക്ഷേ പകരമാകാൻ ഒരിക്കലും കഴിയില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാൻ എങ്ങനെ പറ്റും? ഒരു വലിയ നഷ്ടം ബാംഗ്ലൂരിൽ സംഭവിച്ചു. അത് തന്നെ വീണ്ടും ആവർത്തിച്ച DK, അതിനിടയിൽ ചില ലോക്കൽ ക്രിമിനൽസ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ആരെങ്കിലും മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരിന്നലെ എന്നോടും പറഞ്ഞിരുന്നു. ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എല്ലാ സർക്കാർ ഓഫീസുകളിലും ജനങ്ങളോട് പുച്ഛമുള്ള ചില ഉദ്യോഗസ്ഥർ കാണും. എല്ലാത്തിനോടും അവർക്കൊരു നെഗറ്റീവ് അപ്രോച്ചാണ്. പക്ഷെ എന്നാലും നമുക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയല്ലേ പറ്റൂ. ഇതിന് പിന്നിലെ MP വിഘ്നേഷ് ആണെന്ന് ശ്രീറാം പറയുന്നത്. മയെ, ശത്രുക്കളില്ലാത്തതായി ആരും തന്നെ ലോകത്തില്ല. അതിൽ നമുക്ക് പരിചയമോ ബന്ധമോ ഇല്ലാത്തവർ പോലും ഉണ്ടായെന്ന് വരാം. അസൂയ കൊണ്ട് മാത്രം ശത്രുക്കളായവർ, കുടുംബത്തിനകത്ത് ശത്രുക്കൾ, തൊഴിലിടത്തിലെ ശത്രുക്കൾ തുടങ്ങി പല തരത്തിലുള്ള ശത്രുക്കൾ പലപ്പോഴായി നമുക്കെതിരെ വരും. ചിലത് ഒരു കാര്യമില്ലെങ്കിലും അസൂയ കൊണ്ട് മാത്രം നമുക്ക് ശത്രുക്കളാവും. ഈ ശത്രുക്കളെയെല്ലാം മുൻകൂട്ടി കാണാനും അതിജീവിക്കാനും കഴിഞ്ഞാൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കൂ. DK പോലുള്ള ധൈര്യമൊന്നും അവർക്കില്ല. ബിസിനസ്സില് അവർക്ക് അത്ര വലിയ പരിചയമില്ല. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അവരെ തിരിച്ചു വിളിച്ചാലോ? എല്ലാത്തിനേക്കാളും വലുത് സ്വന്തം ജീവനല്ലേ? തിരിച്ചു വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ എന്നും അവർക്ക് ഈ വീടിനകത്ത് ഇരിക്കാനേ കഴിയും. തരേ, ഇതല്ലെങ്കിൽ മറ്റൊരു ജോലി അവർക്ക് ചെയ്തേ പറ്റൂ. അവിടെയും ശത്രുക്കളുണ്ടാവും. അപ്പൊ അവരെന്ത് ചെയ്യും? അവിടെ നിന്ന് ഒളിച്ചോടും. ഓടാൻ തീരുമാനിച്ചാൽ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ തിരിഞ്ഞു നിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം നേരിടാൻ തീരുമാനിച്ചാലോ? അതോടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ജയിക്കാൻ പഠിക്കും. പിന്നെ ഏത് ശത്രു മുന്നിൽ നിന്നാലും ഭയം കാണില്ല. അതുകൊണ്ട് തൽക്കാലം അവർ അവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്.